ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ വിയന്ന ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുമരകം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്ന എന്താണ്? നമ്മുടെ കുമരകത്ത് പക്ഷിസങ്കേതം, അതായത് ബേർഡ് സാഞ്ചുറിയും ഹൗസ് ബോട്ടുകളും കായൽ തീരവും ഒക്കെയാണല്ലേ. പക്ഷേ ഇപ്പോൾ ഇതാ നമ്മുടെ കുമരകത്ത് ചീപ്പുങ്കലിൽ കായലിനോട് ചേർന്ന് പുതിയൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടി സജീവമായിരിക്കുകയാണ്. വലിയമട വാട്ടർ ടൂറിസം പാർക്ക്. അപ്പോൾ ഈ പാർക്കിൻ്റെ കായൽ ഭംഗിയൊക്കെ ആസ്വദിക്കാനും കുടുംബത്തോടൊപ്പം നമുക്ക് സമയം ചെലവഴിക്കാനും പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണുള്ളതെന്നൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ കോട്ടയത്ത് നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ചീപ്പുങ്കൽ വലിയമട പാർക്കിലെത്താം. ഇത് സാധാരണ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കല്ല, മറിച്ച് ഒരു വാട്ടർ ഫ്രണ്ട് ടൂറിസം പദ്ധതിയാണ്. കായൽക്കാറ്റേറ്റ് പ്രകൃതിയോട് ചേർന്ന് ശാന്തമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഒരു സ്വർഗം തന്നെയാണ്. ഇവിടെ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ. അതുപോലെ തന്നെ പെഡൽ ബോട്ടിംഗ്, മ്യൂസിക്കൽ ഫൗണ്ടൈൻ, കുട്ടികളുടെ കളിസ്ഥലം, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ DTPCയുടെ കീഴിലാണ് ഈ പാർക്കിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അതുവഴിയെല്ലാം നടന്നു. നല്ല കാറ്റും വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞുള്ള സമയത്തൊക്കെ പോകണമെങ്കിൽ ഏറ്റവും പറ്റിയ സമയം അതായിരിക്കും. കാരണം നമ്മുടെ ആ ഒരു ഗോൾഡൻ അവേഴ്സും നമ്മുടെ ആ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ആ ഒരു ഗോൾഡൻ അവേഴ്സൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അവിടെ കാണാനും നമുക്ക് ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ സ്ഥലമാണ്. നമുക്ക് ഭയങ്കര സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ശാന്തതയോടൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇത്. അതുപോലെ തന്നെ അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കുന്ന ഈ പാലത്തിലൂടെ നടക്കാം. ഒരു പ്രത്യേക അനുഭവം തന്നെ കേട്ടോ, നമ്മൾ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടക്കുന്നതും പിന്നെ കായൽപ്പരപ്പിനെ ഏറ്റവും അടുത്ത് നിന്ന് കാണാനൊക്കെ ഇത് സഹായിക്കും. പിന്നെ പെഡൽ ബോട്ടിംഗ് ആണുള്ളത്. പാർക്കിന് നടുവിലുള്ള നല്ല വിശാലമായ ഒരു കുളമാണ്. അതൊക്കെ അവർ നല്ല ഭംഗിയായിട്ടാണ് അതെല്ലാം അവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെഡൽ ബോട്ടിങ്ങിൽ ആ വിശാലമായ കുളത്തിലൂടെ നമുക്ക് പെഡൽ ബോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ചവിട്ടി യാത്ര ചെയ്ത് അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇത് ആസ്വദിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മ്യൂസിക്കൽ ഫൗണ്ടൈനാണ്. വൈകുന്നേരങ്ങളിൽ എത്തുന്നവർക്കായി സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യാനുള്ള ജലധാര ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വെളിച്ചവും സംഗീതവും ചേരുമ്പോൾ പാർക്കിൻ്റെ ഭംഗി ഇരട്ടിയാവും കേട്ടോ. അപ്പോൾ അവിടുത്തെ ശരിക്കും ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ വൈകുന്നേരം 4 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ് നമുക്കിവിടെ ഈ പാർക്കിൻ്റെ സമയം. നമുക്ക് ഈ മ്യൂസിക്കൽ ഫൗണ്ടൈനൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ട് കേട്ടോ. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, കായലിന് നടുവിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് നമുക്കായിട്ട് കാത്തിരിക്കുന്നു. നല്ല അടിപൊളി ഫുഡാണ് അവിടെ ഉള്ളത്. നല്ല കോട്ടയം സ്റ്റൈലിലെ കപ്പയും മീൻകറിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുന്നവർ ഒരു ഫുഡും കൂടെ അവിടെ നിന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ഫുഡൊക്കെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ സമയമെന്ന് പറയുന്നത് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 11 മണി വരെയാണ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ടിക്കറ്റ് നിരക്കെന്ന് പറയുന്നത് എൻട്രി ഫീസ് 50 രൂപയാണ്. അതുപോലെ പെഡൽ ബോട്ടിങ്ങിനൊക്കെ 200 റുപ്പീസാണ്. അത് എക്സ്ട്രാ പേ ചെയ്യണം. എൻട്രി മാത്രമാണെങ്കിൽ 50 രൂപയേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഇനി കുമരകത്ത് നിങ്ങൾ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഈ വലിയമട പാർക്കിൽ കൂടി ഒന്ന് കയറാൻ മറക്കരുത് കേട്ടോ. തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നമുക്ക് നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ചീപ്പുങ്കലിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.